അരിയും കോപ്പും. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നൽകിയിരുന്ന ശമ്പളമാണ് അരിയും കോപ്പും. മാസത്തിൽ അരിയും പച്ചക്കറികളും നൽകുന്നതിനെയാണ് അരിയും കോപ്പും നൽകുക എന്ന് പറയുന്നത്. കോപ്പ് എന്നതിൽ കറിക്കുള്ള പച്ചക്കറികൾ, എണ്ണ, പലവ്യഞ്ജനങ്ങൾ എന്നിവ ഉൾപ്പെടും. രാജാവിന്റെ നേത്യാരമ്മമാർക്ക് പെൻഷനായി അരിയും സാധനങ്ങളും നൽകുന്നതിനെയും അരിയും കോപ്പും നൽകുക എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് കോവിലകത്തെ ഭാഷയാണ്. കരമൊഴിവ്. നമ്പൂതിരിമാർക്ക് നികുതി മുക്തമാക്കി ഭൂമി ദാനം ചെയ്യുന്നതിനെയാണ് കരമൊഴിവെന്ന് പറഞ്ഞിരുന്നത്. ഈ ഭൂമിയെ ബ്രഹ്മസ്വം എന്ന് കൽപ്പിച്ച് നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. യാഗം നടത്തുന്നതിന്, ദരിദ്രരായ ബ്രാഹ്മണർക്ക് പുണ്യം നേടാൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു ഇത് ചെയ്തിരുന്നത്. അമ്പലത്തിൽ ആചാരങ്ങൾ നടത്താനുള്ള അവകാശവും ഇതോടൊപ്പം ദാനം ചെയ്തിരുന്നു. ചാലപ്പുറം. ക്ഷേത്രങ്ങളിലെ ശാലകളിൽ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു. ഇതിന്റെ ചെലവിലേക്കായി രാജാക്കന്മാരും പ്രഭുക്കന്മാരും മറ്റു ഭൂസ്വത്തുക്കൾ ദാനം ചെയ്തിരുന്നു. ഇത്തരം ഭൂസ്വത്തുക്കൾക്ക് ചാലപ്പുറം എന്നാണ് പറഞ്ഞിരുന്നത്. ജന്മിക്കരം. കുടിയാന്മാരിൽ നിന്നും ജന്മി പിരിച്ചെടുക്കുന്ന ഒരിനം നികുതിക്കാണ് ജന്മിക്കരം എന്ന് പറഞ്ഞിരുന്നത്. 12 വർഷം കൂടുമ്പോൾ വസ്തുക്കളുടെ ഉടമസ്ഥത സംബന്ധിച്ച രേഖകൾ പുതുക്കി എഴുതുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പൊളിച്ചെഴുത്ത് എന്നാണിത് അറിയപ്പെട്ടിരുന്നത്. പാട്ടക്കാരന് നൽകേണ്ടി വന്ന ആനുകൂല്യങ്ങൾ തിരിച്ചെടുക്കാൻ ജന്മിമാർ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. കാണപ്പാട്ടക്കാരന് ഭൂമിയിൽ സ്ഥിരാവകാശമില്ലെന്ന് വരുത്തി തീർക്കാൻ പൊളിച്ചെഴുത്തിനെ അവർ ഉപയോഗിച്ചിരുന്നു. മിച്ചവാരം, അടുക്കുവത്, ഓലപ്പണം, 6 അവകാശങ്ങൾ തുടങ്ങിയ പല പേരുകളിൽ ജന്മി കരം പിടിച്ചിരുന്നു. ഇവയെല്ലാം ചേർത്ത് വർഷാവസാനം അടയ്ക്കാനുള്ള തുക കണക്കുകൂട്ടി ചുമത്തുന്ന കരമാണ് ജന്മിക്കരം. പണ്ടാരപ്പട്ടികൾ. രാജാവിനു വേണ്ടി നാട്ടിൽ നികുതി പിരിവ് നടത്തിയിരുന്നത് നാടുവാഴികളായിരുന്നു. എന്നാൽ പിരിക്കുന്ന നികുതിയിൽ എത്രമാത്രം കുറച്ച് ഖജനാവിലേക്ക് അടയ്ക്കാമെന്നായിരുന്നു എപ്പോഴും ഇവരുടെ ചിന്ത. ഇതിനെക്കുറിച്ച് ആലോചിക്കാനും രാജാവിനെതിരെ ഗൂഢാലോചന നടത്താനും നാടുവാഴികൾ രഹസ്യയോഗം ചേർന്നിരുന്നു. ഇത്തരം യോഗങ്ങൾ കല്ലെറിഞ്ഞും കൂക്കി വിളിച്ചും കലക്കാനായി രാജാവ് ഏർപ്പെടുത്തുന്നവരെയാണ് പണ്ടാര വിളികൾ എന്ന് വിളിച്ചിരുന്നത്. ഇവരെ തിരിച്ചുപദ്രവിക്കുന്നത് രാജ്യദ്രോഹമായാണ് കണക്കാക്കിയിരുന്നത്.